പ്രണയമഴ ഭാഗം 2. അവന് എന്തോ ടെൻഷൻ തോന്നി തുടങ്ങി. അപ്പോഴാണ് അവിടെ ഭദ്രയുടെ കൂട്ടുകാരി സംഗീത അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് സംഗീതയും അവനെ കണ്ടു. അവൾ അവനെ കണ്ടതും ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവൻ അവളുടെ അടുത്ത് എത്തിയിരുന്നു. സംഗീത, ഇന്ന് ഭദ്ര ഹോസ്പിറ്റൽ വന്നില്ലേ? ഇവിടെ ചോദിച്ചപ്പോ ലീവാണെന്ന് പറഞ്ഞു. ശ്യാം പറഞ്ഞതും അതെ, ഭദ്ര ഇന്ന് ലീവായിരുന്നല്ലോ. എവിടെ പോവുകയാണ് എന്നൊന്നും പറഞ്ഞില്ല. ഇന്ന് ലീവാണെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, സംഗീത പറഞ്ഞു. അവള് പിന്നെ എവിടെ പോകാനാണ്? വീട്ടിലെത്തിയിട്ടില്ല. ടെൻഷനോടെ പറയുന്ന ശ്യാമിനെ കണ്ട് സംഗീതയ്ക്ക് പുച്ഛം തോന്നി. എനിക്കറിയില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല. വൈകുന്നേരം, സംഗീത പറഞ്ഞു. ഞാനും വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അവളിത് എവിടെ പോയി? ഞാനെന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ ഇറങ്ങിപ്പോകുന്ന ശ്യാമിനെ കണ്ടതും സംഗീതയ്ക്ക് പുച്ഛമാണ് തോന്നിയത്. അവൾ ഫോണെടുത്ത് ഭദ്രയെ വിളിച്ചു. ഹലോ ഭദ്ര, എടാ ശ്യാം വന്നിട്ടുണ്ടായിരുന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത്. നീ ഇന്ന് ലീവായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു വെപ്രാളം കാണേണ്ടതായിരുന്നു. എന്നോട് ചോദിച്ചു നീ എവിടെ പോയതാണെന്ന്. ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ഇവിടെ നിന്നും വെപ്രാളത്തോടെ നിന്നെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. സംഗീത പറഞ്ഞതും ഭദ്രയുടെ ചുണ്ടില് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അതില് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയും നാള് എന്നെ അന്വേഷിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പോ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നീ എത്തിക്കഴിഞ്ഞ് ഉടനെ എന്നെ വിളിക്കണം. ഞാൻ ടീച്ചറമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് കൂടി എന്നെ വിളിച്ചിരുന്നു. നീ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. സംഗീത പറഞ്ഞു. ഞാൻ വിളിക്കാം, എത്തിയ ഉടനെ തന്നെ വിളിക്കാം. ഭദ്ര പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയ ശ്യാം അമ്മയോടും സഹോദരിയോടും കാര്യങ്ങൾ പറഞ്ഞു. അവർക്കും ടെൻഷനായി. എന്നാലും അവൾ എവിടെ പോയതായിരിക്കും? അവളുടെ വീട്ടിൽ നീ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, അവിടെ എത്തിയിട്ടില്ല. ശ്യാമിന് വല്ലാത്ത വെപ്രാളം തോന്നി. ശ്യാം, നീ റൂമിൽ ചെന്ന് നോക്കിക്കേ, അവളുടെ വസ്ത്രങ്ങളെല്ലാം കബോർഡിലുണ്ടോ എന്ന്. അമ്മ പറഞ്ഞതും ശ്യാം വേഗം റൂമിലേക്ക് ചെന്നു. കബോർഡ് തുറന്നു നോക്കി. അതിൽ അവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ അവൻ ഷെൽഫിൽ അവളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് നോക്കി. അതിൽ സർട്ടിഫിക്കറ്റുകൾ ഒന്നും കാണാതായതും അവന് പേടി തോന്നി തുടങ്ങി. അവൻ വീണ്ടും ഫോണിൽ നിന്നും അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. എടുക്കുന്നില്ല. സമയം പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അമ്മയും സഹോദരിയും അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്താ, അവൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അമ്മ ചോദിച്ചു. ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ല, പക്ഷേ അവളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കാണാനില്ല, അവൻ പറഞ്ഞു. അപ്പോ അവൾ ഇവിടെ നിന്ന് പോയതാണോ? ശ്യാമിന്റെ അമ്മ ചോദിച്ചു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അവൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ഇതേ സമയം ഭദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിരുന്നു. അവിടെ നിന്നും ഒരു ഓട്ടോക്കാരൻ ചേട്ടന് അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. ചേട്ടന് ഈ അഡ്രസ് അറിയുമോ? അവൾ ചോദിച്ചു. അറിയാലോ, അരുന്ധതി ടീച്ചറിന്റെ വീടല്ലേ? അയാൾ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ അതേന്ന് പറഞ്ഞു. മോള് കയറിക്കോ, അവിടെ ആക്കിത്തരാം. അയാൾ പറഞ്ഞതും അവൾ ഓട്ടോയിലേക്ക് കയറി. അവിടെ നിന്നും കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ ട്രഡീഷണൽ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഓട്ടോ നിർത്തിയതും അവൾ അതിൽ നിന്നും ഇറങ്ങി. ഓട്ടോയ്ക്ക് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അവൾ ഗേറ്റിനടുത്ത് തന്നെ നിന്നു. പിന്നെ പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. വീടിന്റെ ഒരു ഭാഗത്ത് നിറയെ വലിയ മരങ്ങളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മഴ പെയ്ത് തോർന്നതിന്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികളെല്ലാം ചെടികളിലും തങ്ങി നിൽക്കുന്നു. പൂക്കളുള്ള ചെടികളൊന്നും അധികമില്ല എന്നവൾക്ക് തോന്നി. എല്ലാം വലിയ മരങ്ങളാണ്. അവൾ ചുറ്റും നോക്കിക്കൊണ്ടാണ് നടന്നത്. വീടിന്റെ സൈഡിലെ ഒരു ഷെഡിൽ 2 കാറുകൾ കിടക്കുന്നുണ്ട്. അടുത്ത് തന്നെ വലിയ വീടുകൾ കാണുന്നുണ്ട്. അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് തന്നെ വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തി. അകത്തുനിന്ന് ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. കോട്ടൺ സാരി എടുത്ത് ഒരു സ്ത്രീ. കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. അതാണ് അരുന്ധതി ടീച്ചർ എന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സംഗീത ഫോണിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഭദ്രയല്ലേ? അവളെ കണ്ടതും അവർ ചോദിച്ചു. അതെ. എന്തു പറ്റി, വൈകിയല്ലോ? അവർ പുഞ്ചിരിയോട് ചോദിച്ചതും ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ്, അവൾ പറഞ്ഞു. മോളകത്തേക്ക് കയറി വാ. അവർ അവളെ സ്വീകരിച്ചു. പഴയ രീതിയിലുള്ള എന്നാൽ പുതുമ നിറഞ്ഞ ഒരു വീട്. ഇരിക്ക്, ഒരു സോഫയിലേക്ക് ചൂണ്ടി അവർ പറഞ്ഞതും അവൾ ഇരുന്നു. ഞാനാണ് അരുന്ധതി, അധ്യാപികയായിരുന്നു. അവളുടെ നേരെ ഓപ്പോസിറ്റുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു. അറിയാം, സംഗീത പറഞ്ഞിട്ടുണ്ട്. മോളെക്കുറിച്ചും സംഗീത മോള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. ഇനി പഴയതൊന്നും ഓർത്ത് മോളുടെ ജീവിതം നശിപ്പിക്കരുത്. ഒരു ജീവിതമേ നമുക്കുള്ളൂ. ടീച്ചർ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. പിന്നെ ഇത് മോളുടെ സ്വന്തം വീട് പോലെ കണ്ടാ മതി. ഇവിടെ ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മകനാണ് എനിക്കുള്ളത്.
അവന്റെ വിവാഹം ഉറപ്പിച്ചതാണ്. ഒരു ബിസിനസ് ആവശ്യത്തിന് അവൻ UK പോയിരിക്കാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വരും. അവന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ടാണ് അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്നെല്ലാം അവർ പറഞ്ഞു. അവർ നന്നായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ മോളെ, ഇവിടെ താഴെ 2 മുറിയാണുള്ളത്. ഒന്ന് എന്റെ മുറി, പിന്നെ എന്റെ അമ്മ ഉപയോഗിച്ച മുറിയാണ്. അവിടെ ആരും താമസിക്കാറില്ല. അവിടെ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും എന്റെ അമ്മയുടെ പഴയ ഓർമ്മകൾ അവിടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മോൾക്ക് മുകളിലെ റൂമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴാണ് അകത്തുനിന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് വന്നത്. ഇത് ശാന്ത. ഇവിടെ എനിക്കൊരു കൂട്ടാണ്. എന്നുവെച്ച് മുഴുവൻ സമയം ഇവിടെ ഇല്ലാട്ടോ. വൈകുന്നേരം ആള് വീട്ടിലേക്ക് പോകും. ഇന്നിപ്പോ മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാത്തു നിന്നതാണ്. അവർ പറഞ്ഞു, ശാന്തേ, മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒരുപാട് സമയം യാത്ര ചെയ്ത് വന്നതാണ്. ടീച്ചർ പറഞ്ഞതും ശാന്ത ചേച്ചി പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. പിന്നെയും ടീച്ചറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ശാന്ത ചേച്ചി കുടിക്കാനുള്ള ചായയുമായിട്ട് വന്നു. അവൾക്ക് കൊടുത്തു. ഇനി മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ശാന്തേ, മോളുടെ റൂം കാണിച്ചു കൊടുക്ക്. ശാന്ത ചേച്ചി വാ മോളെ എന്ന് പറഞ്ഞതും അവൾ എഴുന്നേറ്റു. ശാന്ത ചേച്ചിയുടെ കൂടെ റൂമിലേക്ക് പോയി. ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഒരു മുറിയാണ് അവൾക്കായി തുറന്നത്. അതിലേക്ക് കയറിയപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പഴയ രീതിയിലുള്ള ഫർണിച്ചറുകൾ ഇട്ടിട്ടുള്ള ഒരു മുറി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. കബോർഡില് മോളുടെ ഡ്രസ്സെല്ലാം അടുക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് ആ കബോർഡും അവൾ തുറന്നു കാണിച്ചു. നല്ല വീതിയുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു കട്ടിൽ. അതിലെ ബെഡിൽ ഭംഗിയുള്ള വൈറ്റ് കളറിലെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നു. എല്ലാം നോക്കി അവൾ നിന്നു. അപ്പോഴാണ് ഒരു ഡോറ് കണ്ടതും അവൾ അത് തുറന്നു. അത് ബാൽക്കണിയിലേക്കുള്ളതായിരുന്നു. അവൾ അതുവഴി പുറത്തേക്ക് ഇറങ്ങി. പുറകെ തന്നെ ശാന്ത ചേച്ചിയും. ഇവിടെ നേരത്തെ കുറച്ച് ചെടികളൊക്കെ ടീച്ചറമ്മ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കയറാതായി. അതെല്ലാം പോയി. അവർ പറഞ്ഞു, എന്നാ മോള് ഫ്രഷ് ആയിട്ട് വാ താഴേക്ക്. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്നിട്ട് ഞാൻ പോകും. ഇവിടുന്ന് കുറച്ച് മാറിയാണ് എന്റെ വീട്, അവർ പറഞ്ഞു. അവൾ അതിന് ചെറുതായി തലകുലുക്കി. അവർ താഴേക്ക് പോയതും അവൾ ബാഗ് തുറന്ന് മാറാനുള്ള വസ്ത്രങ്ങളും കുളിക്കാനുള്ള സാധനങ്ങളുമായി വാഷ്റൂമിലേക്ക് കയറി. അത് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം ആയിരുന്നു. കുളിച്ച് ഫ്രഷായി ഒരു കുർത്തയും ധരിച്ച് അവൾ താഴേക്ക് ചെന്നു. താഴെ ടീച്ചറമ്മ സോഫയിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മോള് വാ, ഇനി ഭക്ഷണം കഴിക്കാം. പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ടീച്ചർ ചോദിച്ചതും ഇല്ല എന്നവൾ പറഞ്ഞു. പിന്നീട് ടീച്ചറമ്മയും അവളും കൂടെ ശാന്ത ചേച്ചിയും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇന്ന് മോൾ ഉള്ളത് കൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ അവൾ വീട്ടിൽ പോയിട്ടേ കഴിക്കൂ. ടീച്ചറമ്മ ശാന്ത ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശാന്ത ചേച്ചി വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞു. പിന്നെ ഭദ്രയും ടീച്ചറമ്മയും മാത്രമായി. ഇവിടെ മംഗലത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മോൾക്ക് ജോലിക്ക് കയറാൻ പോകുന്നത്. നമ്മുടെ അടുത്ത വീട് കണ്ടോ? അതാണ് മംഗലത്തുകാരുടെ വീട്. അവിടുത്തെ കാശിനാഥന്റെയാണ് ആ ഹോസ്പിറ്റൽ. അവനാണ് മോളുടെ ജോലിക്കാരും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്. നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജോലി കൊടുക്കാമെന്ന്. റെക്കമെൻഡേഷനിൽ ജോലി കൊടുക്കില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞു. അതെനിക്കും അറിയാം അവൻ അങ്ങനെ പറയുമെന്ന്. പിന്നെ മോളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷനും എല്ലാം കണ്ടിട്ടാണ് മോൾക്ക് ജോലി കിട്ടിയത്. എൻ്റെ മകൻ രൂപേഷിന്റെ കൂട്ടുകാരനാണ്. പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റും. അവൻ പോയ പിന്നെയാണ് ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോ വലിയ തിരക്കുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. പിന്നെ പെട്ടെന്നൊന്നും ആരെയും അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കില്ല. എന്തായാലും മോൾക്ക് പരിചയപ്പെടുമ്പോൾ മനസ്സിലാകും. മോൾ എന്നാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? ടീച്ചർ ചോദിച്ചു. നാളത്തെ കഴിഞ്ഞ്, അവൾ പറഞ്ഞു. എന്നാ മോള് പോയി കിടന്നോ, നല്ല ക്ഷീണം ഉണ്ടാകും, ടീച്ചർ പറഞ്ഞു. യാത്രയുടെ ക്ഷീണം കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിന്റെ ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല. അവൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം ശ്യാമിന്റെ വീട്ടിലെ എല്ലാവരും ഉറങ്ങാതെ ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു. ഭദ്രയുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. എന്താണ് ശ്യാം മോനെ ഉണ്ടായത്? അവൾ എവിടെ പോയി എന്നൊന്നും അറിയാതെ അവരും ടെൻഷനിലാണ്. മകൾ വിളിച്ചു ഈ അടുത്ത് പരാതി പറഞ്ഞപ്പോ കുറെ വഴക്ക് പറഞ്ഞതാണ്. അവളുടെ സംശയമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തിയതാണ്. അവർക്ക് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ എപ്പോഴും ശ്യാമിനോടായിരുന്നു സ്നേഹം. ശ്യാമിനെ മരുമകനായി കിട്ടിയപ്പോൾ പിന്നെ അവരും വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇതിപ്പോ അവളെ എവിടെ പോയി എന്നറിയാതെ അവർക്ക് ദേഷ്യവും സങ്കടവും എല്ലാം തോന്നിയിരുന്നു. ശ്യാമിന്റെ ഫോണിലേക്ക് മീരയുടെ കോള് തുടർച്ചയായി വരുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം അവൻ ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഭദ്ര എഴുന്നേറ്റു. കുളിച്ച് ഫ്രഷായി അവൾ താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ ടീച്ചറമ്മ എഴുന്നേറ്റിട്ടില്ല എന്ന് മനസ്സിലായി. അവൾ കിച്ചണിലേക്ക് കയറി ചുറ്റും ഒന്ന് നോക്കി.
ഇന്നലെ വന്നപ്പോ ഒന്ന് കണ്ടതാണ്. സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ എല്ലാം ഒന്ന് നോക്കി. അടച്ചു വച്ചിരിക്കുന്ന ദോശമാവും മറ്റും കണ്ടു. പിന്നെ കോഫി പൗഡർ, ഷുഗർ, അങ്ങനെ എല്ലാം അവൾ നോക്കി. വേഗം അതെല്ലാം കണ്ടതും കോഫി എടുത്തു. പിന്നെ ദോശമാവും വെച്ച് ദോശയും ഉണ്ടാക്കി. പച്ചക്കറി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്നത് കണ്ടതും അത് സാമ്പാറിനാണ് എന്ന് മനസ്സിലായി. അവൾ വേഗം സാമ്പാർ ഉണ്ടാക്കി. അപ്പോഴാണ് പൂജാമുറിയിൽ നിന്നും മണിയടിക്കുന്ന ശബ്ദം കേട്ടത്. അവൾ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി അങ്ങോട്ട് വന്നപ്പോഴാണ് ടീച്ചർ അമ്മ പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. മോള് നേരത്തെ എഴുന്നേറ്റല്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം പൂജാമുറിയിൽ കയറാതെ എങ്ങോട്ടും പോകില്ല, ടീച്ചർ പറഞ്ഞു. മോൾ എന്തിനാ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കിയത്? അത് ശാന്ത വന്നിട്ട് ഉണ്ടാക്കുമായിരുന്നല്ലോ, ടീച്ചർ പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം, അവൾ പറഞ്ഞു. പിന്നെ ടീച്ചറമ്മയും അവളുടെ കൂടെ കൂടി. കിച്ചണിൽ, നമുക്ക് വൈകുന്നേരം അമ്പലത്തിലൊന്ന് പോകാം, ദീപാരാധന തൊഴാൻ, കുറച്ച് വഴിപാടുകളും കൊടുക്കാം. നാളെ രാവിലെ അമ്പലത്തിൽ പോയി അതെല്ലാം വാങ്ങുകയും ചെയ്യാം. മോൾ എന്തായാലും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതല്ലേ, ടീച്ചർ അമ്മ പറഞ്ഞു. പുഞ്ചിരിയോടെ തന്നെ ഭദ്ര സമ്മതിച്ചു. പിന്നെ ശാന്ത ചേച്ചിയും വന്നു. നമുക്ക് മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോണം. ഇവിടെയും സാധനങ്ങളെല്ലാം വാങ്ങാനായില്ലേ, ടീച്ചർ ചോദിച്ചതും ശാന്ത ചേച്ചി ആയി എന്ന് പറഞ്ഞു. മോള് ഡ്രസ്സൊന്നും ഒരുപാട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് സംഗീത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം വാങ്ങാം. പിന്നെ ഇവിടേക്ക് വേണ്ട സാധനങ്ങളും വാങ്ങാം. മോളുടെ ഹോസ്പിറ്റലും സ്ഥലങ്ങളും എല്ലാം ഒന്ന് കാണുകയും ചെയ്യാം, ടീച്ചർ പറഞ്ഞു. മോൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുമോ, ടീച്ചർ അമ്മ ചോദിച്ചു. എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരുപാട് നാളായി, അവൾ പറഞ്ഞു. ഡ്രൈവിംഗ് പഠിച്ചതാണ് കല്യാണത്തിന് മുമ്പ്. ഡ്രൈവ് ചെയ്യുമായിരുന്നു. കല്യാണത്തിന് ശേഷം ശ്യാം സമ്മതിക്കില്ലായിരുന്നു. എന്നാ പതിയെ നമുക്ക് ഓടിച്ചു നോക്കാം. തൽക്കാലം ഞാൻ എടുക്കാം, ടീച്ചർ പറഞ്ഞു. രാവിലെ തന്നെ അവർ ഷോപ്പിങ്ങിന് ഇറങ്ങി. ടീച്ചറമ്മയുടെ കാറ് മാർക്കറ്റ് റോഡിലൂടെയാണ് പോയത്. വണ്ടി ഒതുക്കി ടീച്ചറമ്മ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി. ഭദ്രയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു. ബില്ല് കൊടുക്കാൻ പോയ അവളെ അതിന് സമ്മതിക്കാതെ ടീച്ചറമ്മ തന്നെ ബില്ല് കൊടുത്തു. അവിടെയുള്ള എല്ലാവരും ടീച്ചറോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി, ഒപ്പം അത്ഭുതവും. അവിടെ നിന്ന് പുറത്തിറങ്ങിയതും പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും എല്ലാം വാങ്ങി. അപ്പോഴാണ് ഒരാൾ കുറച്ച് ബുക്കുമായി ടീച്ചറമ്മയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടത്. അത് ടീച്ചറമ്മയെ ഏൽപ്പിച്ചു. ടീച്ചർ അത് കാറിൽ കൊണ്ടുപോയി വയ്ക്കാൻ പറഞ്ഞു. കൂടെ അവർ വാങ്ങിയ സാധനങ്ങളും. അതാരാ ചേച്ചി, ഭദ്ര ശാന്ത ചേച്ചിയോട് ചോദിച്ചു. മോൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഇവിടെ കാണുന്ന ഒരു പച്ചക്കറി കടയും നമ്മൾ സാധനങ്ങൾ വാങ്ങിയ പലചരക്ക് കടയും നമ്മൾ ഡ്രസ്സ് എടുത്ത ആ ടെക്സ്റ്റൈൽസും ടീച്ചറുടെയാണ്. ടീച്ചറുടെ ഭർത്താവിനുണ്ടായിരുന്നതാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ടീച്ചറമ്മയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാം കേട്ടപ്പോൾ ഭദ്രയ്ക്ക് അത്ഭുതം തോന്നി. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും വലിയ കടകളും ഈ തിരക്കുള്ള കടകളും നോക്കി നടത്തുന്ന ടീച്ചറമ്മയോട് അവൾക്ക് ബഹുമാനം തോന്നി. അവിടെ നിന്നും ഇറങ്ങി അവർ ഭക്ഷണം കഴിക്കാനാണ് കയറിയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവളെ മംഗലത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാർ നിർത്തി. അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പും കയറേണ്ട സ്റ്റോപ്പും എല്ലാം കാണിച്ചു കൊടുത്തു. വൈകുന്നേരത്തോടെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പോരുന്നതിന് മുമ്പ് ഒരു കടയിൽ കയറി ടീച്ചർക്ക് കുറച്ച് സ്നാക്സും വാങ്ങിയിട്ടാണ് വന്നത്. ടീച്ചറമ്മയ്ക്ക് സ്നാക്സ് കഴിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. ചായ കുടിക്കുമ്പോൾ അത് ശീലമാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. അതെല്ലാം അടക്കി പെറുക്കി എല്ലാം കിച്ചണിൽ സെറ്റ് ചെയ്തു. ഭദ്രയും ശാന്ത ചേച്ചിയും കൂടി. സന്ധ്യ ആയതും ശാന്ത ചേച്ചി വീട്ടിലേക്ക് പോയി. ഭദ്രയും കൊണ്ട് ടീച്ചർ അമ്മ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയെ കൈ പിടിച്ചിരിക്കുന്നത് പോലെ അവളുടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ട് തന്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചർ നടന്നത്. ഒരു ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ സന്ധ്യയ്ക്കുള്ള ഒരു ദീപാരാധന പ്രാർത്ഥനാ ഗീതങ്ങൾ എല്ലാം കേൾക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇന്ന് ടീച്ചറമ്മയുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നത് കാരണം പഴയതൊന്നും ഓർക്കാൻ സമയം കിട്ടിയില്ല. മനസ്സിന് അതുകൊണ്ട് തന്നെ നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് എന്ന് തോന്നി. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു ടീച്ചറമ്മ. രാവിലെ വഴിപാടിനുള്ളത് എല്ലാം കൊടുത്തിട്ടാണ് അവർ ഇറങ്ങിയത്. വീട്ടിൽ വന്ന് രണ്ടുപേരും ഒരുമിച്ച് ഡിന്നറും കഴിച്ചു. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഉറങ്ങാനായി പോയത്. റൂമിൽ ചെന്നതും ഭദ്ര ബാൽക്കണിയുടെ ഡോറ് തുറന്നു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അവൾ കുറച്ചുനേരം വാതിക്കൽ തന്നെ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പിന്നെ ഉറങ്ങാനായി പോയി. മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊന്നും വരാതിരിക്കാൻ അവൾ നന്നായി തന്നെ പരിശ്രമിച്ചു. ഭദ്രയെ അന്വേഷിച്ച് നടന്ന് തളർന്ന രാത്രി ശ്യാം വന്നത്. അവൻ മാത്രമല്ല, വീട്ടിലെ എല്ലാവരും ടെൻഷനിലായിരുന്നു. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്?
അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അതെങ്ങനെയാണ്? ഫോൺ ഓണാക്കിയാൽ അപ്പോൾ തന്നെ മീര ചേച്ചി വിളിക്കും. അതുകൊണ്ടാ ഏട്ടൻ ഫോൺ ഓണാക്കാത്തത്, ദേഷ്യത്തോടെ സഹോദരി പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. അവൾ പറഞ്ഞത് സത്യമാണ്. ശല്യം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഓഫ് ചെയ്തതാണ്. അവളെ കണ്ടു കിട്ടാത്തതിന്റെ ദേഷ്യവും സങ്കടത്തിലുമായിരുന്നു. അവനന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ എവിടെ പോയി എന്ന് അവൻ അറിയില്ല. കൂട്ടുകാരെ എല്ലാം താൻ തന്നെ കല്യാണത്തിന് ശേഷം അവളിൽ നിന്നും അകറ്റിയതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പറയത്തക്ക കൂട്ടൊന്നുമില്ല. ഉള്ളത് സംഗീത മാത്രമാണ്. നാളെ സംഗീതയെ ഒന്നുകൂടി പോയി കാണാൻ അവൻ തീരുമാനിച്ചു. രാവിലെ ഭദ്രയും ടീച്ചറമ്മയും കൂടി അമ്പലത്തിലേക്ക് പോയി. ഏൽപ്പിച്ച വഴിപാടുകൾ എല്ലാം നടത്തി തിരിച്ചു വന്നു. ടീച്ചറമ്മയും ഭദ്രയും ശാന്ത ചേച്ചിയും കൂടി പറമ്പിലേക്ക് ഇറങ്ങി. അത്യാവശ്യം ചെറിയൊരു പച്ചക്കറിത്തോട്ടം ടീച്ചറമ്മയ്ക്കുണ്ട്. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും കൂടി ചെയ്തു വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പച്ചക്കറികളുണ്ട്. നാളെ മോൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ സാമ്പാറും മീൻ വറുത്തതും കൊടുക്കാം അല്ലേ? ശാന്ത ചേച്ചി ചോദിച്ചതും അവൾ മതിയെന്ന് പറഞ്ഞു. അന്നും അവർ ഒരുപാട് നേരം സംസാരിച്ചു. ഭദ്രയെക്കുറിച്ച് അവർക്ക് നന്നായി തന്നെ മനസ്സിലായി. നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നതിന്റെ ടെൻഷൻ ഉണ്ടെങ്കിലും അവൾ ഹാപ്പിയായിരുന്നു. അന്ന് വീണ്ടും സംഗീതയെ കാണാൻ ശ്യാം വൈകുന്നേരം ഹോസ്പിറ്റലിലെത്തി. ശ്യാമിനെ കണ്ട് സംഗീത മാറിപ്പോകാൻ ശ്രമിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. സംഗീത, എന്താ എന്നെ കണ്ടിട്ട് മാറിപ്പോകുന്നത്? നിനക്കറിയോ ഭദ്ര എവിടെയുണ്ടെന്ന്? നീ കൂടി അറിഞ്ഞിട്ടാണോ അവൾ പോയത്? അതുകൊണ്ടാണോ നീ എന്നെ കാണാതെ മാറി നടക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ കുറെ വിളിച്ചു നോക്കി, കിട്ടിയില്ല. എവിടെയാണെന്ന് എനിക്കറിയില്ല. ജോലി റിസൈൻ ചെയ്താണ് അവൾ പോയിരിക്കുന്നത്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംഗീത ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചതും അവൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൻ ആദ്യം എടുക്കാൻ ഒന്ന് മടിച്ചു. പിന്നെ ആരെങ്കിലും ഭദ്രയെക്കുറിച്ച് അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ എന്ന് കരുതി അവൻ ഫോൺ എടുത്തു. ഹലോ, ഇത് ശ്യാമല്ലേ? അപ്പുറത്തു നിന്ന് ചോദിച്ചു. അതെ, ഞാൻ അഡ്വക്കേറ്റ് രാഘവൻ മേനോൻ. മിസ്റ്റർ ശ്യാമിനെ ഒന്ന് കാണണമായിരുന്നു. എന്റെ ഓഫീസിലേക്കൊന്ന് വരാമോ? രാഘവൻ മേനോൻ ചോദിച്ചു. എന്താ സർ? അവൻ ചോദിച്ചു. അതിവിടെ വന്നിട്ട് പറയാം, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ, അയാൾ പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞ് ശ്യാം ഫോൺ കട്ട് ചെയ്തു. സംഗീത, ഭദ്രയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ എന്നെ താൻ അറിയിക്കണം. അവളെ കാണാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവുമില്ല. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണം. ശ്യാം പറഞ്ഞതും അപ്പോ ശ്യാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. സംഗീത ഒരു പുച്ഛത്തോടെ ചോദിച്ചതും എനിക്കറിയാം, നിനക്ക് എല്ലാം അറിയാമെന്ന്. ഭദ്ര എവിടെയാണെന്ന് നിനക്കറിയാം. പക്ഷേ നീ പറയാഞ്ഞിട്ടാണ് അല്ലേ? ശ്യാം ചോദിച്ചതും ഇപ്പൊ എനിക്കറിയില്ല. അറിഞ്ഞാലും ഞാൻ പറയില്ല. അവൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ശ്യാം അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ വേഗം രാഘവൻ മേനോൻ എന്ന അഡ്വക്കേറ്റ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് അവൻ എത്തി. അത് രാഘവൻ മേനോൻ എന്ന അഡ്വക്കേറ്റിന്റെ ഓഫീസായിരുന്നു. അവൻ കയറി ചെന്നതും രാഘവൻ മേനോൻ അവന്റെ മുന്നിലേക്ക് ഒരു പേപ്പർ എടുത്തു വെച്ചു. അതിലേക്ക് നോക്കിയ അവൻ ഞെട്ടിപ്പോയി. അതൊരു ഡിവോഴ്സ് പേപ്പർ ആയിരുന്നു. ഇതെന്താ? അവൻ ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ പോകുന്നതിന് മുമ്പ് ഇത് എന്നെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ കൂടി സൈൻ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, അയാൾ പറഞ്ഞതും ഭദ്ര? ശ്യാം കേട്ട വാർത്തയുടെ ഷോക്കിൽ അവൻ പറഞ്ഞു. അതെ, ഭദ്ര തന്നെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ശക്തമായ തെളിവുകളും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാനിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അവർ അവരുടെ കയ്യിലെ സകല തെളിവുകളും ഹാജരാക്കും. സ്വാഭാവികമായും അവർക്ക് ഡിവോഴ്സ് കിട്ടും. എന്തിനാ ആവശ്യമില്ലാതെ കേസിനും കൂട്ടത്തിനും പോകുന്നത്? ഇത് ആ കുട്ടിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അപ്പോ ഇതിൽ സൈൻ ചെയ്യുന്നതല്ലേ നല്ലത്, അയാൾ പറഞ്ഞു. ഇല്ല, ഞാൻ ചെയ്യില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തളർച്ചയോടെയാണ് വീട്ടിലേക്ക് ചെന്നത്. വീട്ടിൽ ചെന്നതും അവൻ കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കും എല്ലാം സങ്കടവും ദേഷ്യവും തോന്നി. അപ്പോ അവൾ മനഃപൂർവ്വം പോയതാണ് അല്ലേ? അമ്മ ചോദിച്ചു. ഇന്ന് ഈ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് ഉറപ്പിച്ചു, അവൻ പറഞ്ഞു. അപ്പൊ തന്നെ ഭദ്രയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ശ്യാമിന്റെ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഭദ്രയെ കുറെ വഴക്ക് പറഞ്ഞ് ശ്യാമിനെ കുറെ ന്യായീകരിച്ച് അവളുടെ അമ്മ ഫോൺ കട്ട് ചെയ്തു. രാവിലെ തന്നെ ഭദ്ര ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി. ടീച്ചർ അവൾക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തെടുത്തു. ഞാൻ എടുക്കുമായിരുന്നല്ലോ അമ്മേ, അവൾ പറഞ്ഞു. അതിനെന്താ, മോള് ജോലിക്ക് പോകുമ്പോൾ എടുത്തു തരേണ്ടത് അമ്മയുടെ കടമയല്ലേ? വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി.
രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവൾ വേഗം ഇറങ്ങി. ശാന്ത ചേച്ചിയോട് യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇന്നലെ ടീച്ചറമ്മ കാണിച്ചു കൊടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല, മറിച്ച് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവൾ HROയെ കണ്ടു. ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നേഴ്സ് ഓടിപ്പോകുന്നത് കാണുന്നത്. എന്താ എന്ന് ചോദിച്ചതും ICUവിൽ ഒരു പേഷ്യന്റിന് അല്പം സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഡോക്ടർ കാശിനാഥൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഭദ്ര അവരുടെ കൂടെ ചെന്നു. ICUവിൽ കിടക്കുന്ന പേഷ്യന്റിനെ ഒന്ന് നോക്കി. ജൂനിയർ ഡോക്ടേഴ്സ് അടക്കം എല്ലാവരും ചുറ്റുമുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നു. ഭദ്ര അല്പസമയം ഒന്ന് നോക്കി. പിന്നെ അവൾ അവർക്ക് അടുത്തേക്ക് ചെന്നു. പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു. അവൾ ചെയ്യുന്നത് കണ്ടതും എല്ലാവരും അവളെ ഒന്ന് നോക്കി. അപ്പോഴാണ് പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കാശിനാഥൻ കയറി വന്നത്. എന്താ കാര്യം? കാശി ചോദിച്ചു. പെട്ടെന്ന് എന്താണ് അയാൾക്ക് സീരിയസ് ആകാൻ കാരണം? കാശി ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. പെട്ടെന്ന് എന്തായാലും വെറുതെ സംഭവിക്കില്ല. എന്താണ് കാര്യം? അവൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു. അവന്റെ മുഖത്തെ ദേഷ്യവും അവന്റെ കണ്ണുകളിലെ ക്രോധവും കണ്ട് എല്ലാവരും ഒന്ന് ഭയന്നു. വീണ്ടും അവൻ ദേഷ്യത്തിൽ എന്താ കാര്യമെന്ന് പറയും എന്ന് ദേഷ്യത്തിൽ അവൻ ശബ്ദമെടുത്തതും അത് ഡോക്ടർ പറഞ്ഞ മെഡിസിൻ. അതെ, ഞാൻ പറഞ്ഞ മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തില്ല അല്ലേ? അവൻ ചോദിച്ചു. ആരാണ് അത് കൊടുക്കേണ്ടിയിരുന്നത്? അവൻ ചോദിച്ചു. അത് കേട്ടതും അടുത്തു നിന്ന ഒരു നേഴ്സ് വിറച്ചു നിൽക്കുന്നത് കണ്ടതും ഭദ്രയ്ക്ക് അത് അവരാണ് എന്ന് മനസ്സിലായി. എല്ലാവരും അവരെ ഒന്ന് നോക്കി. എല്ലാവരുടെയും നോട്ടം അവരിലേക്ക് പോകുന്നത് കണ്ട് കാശിക്ക് മനസ്സിലായി. നിങ്ങള് എന്റെ ക്യാബിനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ഭദ്രയെ കാശിനാഥൻ കാണുന്നത്. ഇതാരാണ്? നിങ്ങളെന്താ ഇവിടെ? കാശി ചോദിച്ചു. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണ് എന്ന് ഭദ്ര പറഞ്ഞു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ ICUവിലേക്ക് കയറിയത്? കാശി ചോദിച്ചു. എല്ലാവരും എന്റെ ക്യാബിനിൽ വന്ന് ഇപ്പൊ തന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞ് കാശി നടന്നു. എല്ലാവരും പേടിയോടെ അവനെ നോക്കി. എല്ലാവരും അവന്റെ പുറകിലായി അവന്റെ ക്യാബിനിലേക്ക് നടന്നു. ഭദ്രയും അവന്റെ ക്യാബിനിൽ ചെന്നു. ക്യാബിനിൽ ചെന്നതും അവൻ നേഴ്സിനോടും ഡ്യൂട്ടി ഡോക്ടർമാരോടും എല്ലാം ദേഷ്യത്തിൽ സംസാരിച്ചു. ഒരാളെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നെല്ലാം പറഞ്ഞു. ഒത്തിരി ദേഷ്യപ്പെട്ടു. ഭദ്രയ്ക്ക് അവന്റെ ദേഷ്യം കണ്ടപ്പോ പേടിയാണ് തോന്നിയത്. പേടിയോടെയാണ് അവൾ നിന്നത്. പെട്ടെന്നാണ് കാശി ആ സിസ്റ്ററിന്റെ അടുത്തേക്ക് നടന്നത്. അവൻ അവരുടെ അടുത്തെത്തിയതും അവർ ബോധം മറിഞ്ഞ് താഴേക്ക് വീണു. അത് കണ്ടതും ഭദ്ര ഒന്നുകൂടി പേടിച്ചു. കൂടെ ഉണ്ടായിരുന്നവരും. എടുത്തുകൊണ്ട് പോ, ദേഷ്യത്തോടെ കാശി പറഞ്ഞതും എല്ലാവരും അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഭദ്ര അപ്പോഴും അവിടെ തന്നെ നിന്നു. കാശി ദേഷ്യത്തോടെ ടേബിളിൽ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ഇടിച്ചു. പിന്നെ തിരിഞ്ഞതും കാണുന്നത് പേടിയോടെ നിൽക്കുന്ന ഭദ്രയാണ്. നീ എന്താ ഇവിടെ? പോയില്ലേ? അവൻ ചോദിച്ചു. ഞാൻ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, സാറിനെ കാണണമെന്ന് HRO പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. അവൻ അവന്റെ സീറ്റിൽ വന്നിരുന്നു. അവളുടെ ബയോഡാറ്റ പരിശോധിക്കാൻ തുടങ്ങി. ശരി, എന്റെ കൂടെയാണ് നിനക്ക് ജോലി, അവൻ പറഞ്ഞതും ഭദ്ര അവനെ ഒന്ന് നോക്കി. എന്താ വേണ്ടേ? അവൻ ചോദിച്ചു. വേണം, അവൾ പറഞ്ഞു. ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഉണ്ട്, അവൾ പറഞ്ഞു. ശരി, പോയിക്കോ, അവൻ പറഞ്ഞതും അവൾ പുറത്തേക്കിറങ്ങി. അത് ടീച്ചറമ്മ പറഞ്ഞ ആളാണ് എന്ന് അവന് മനസ്സിലായി. അവൻ ICUവിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അതിൽ ഭദ്രയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ എല്ലാം അവൻ കണ്ടു. അന്ന് ഒത്തിരി സമാധാനത്തോടെയാണ് ഭദ്ര വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. പോകുന്ന വഴി ഒരു ബേക്കറിയിൽ നിന്നും ടീച്ചറമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് പലഹാരങ്ങളും വാങ്ങിയാണ് അവൾ വീട്ടിലെത്തിയത്. വീടിന്റെ മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന ടീച്ചറമ്മയെ കണ്ടതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. തന്നെ ഇതുവരെ ആരും ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല എന്ന് തോന്നി. അവളെ കണ്ടതും ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാം ചോദിച്ചു. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, വരുമ്പോഴേക്കും ഞാൻ ചായ എടുത്തു വെക്കാം എന്ന് പറഞ്ഞു. അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ കുളിച്ച് ഫ്രഷായി വന്നതും അവൾക്കുള്ള ചായയും സ്നാക്സും എല്ലാം ടീച്ചറും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇരുന്നു കൊണ്ട് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അന്ന് അത്യാവശ്യമായിട്ട് ബാങ്കിൽ ഓഡിറ്റിംഗ് ഉള്ളത് കൊണ്ട് ശ്യാം ബാങ്കിൽ വന്നത്. അവൻ തന്റെ ക്യാബിനിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീര അങ്ങോട്ട് വന്നത്. അവൾ ദേഷ്യത്തോടെ അവന്റെ മുന്നിൽ വന്ന് നിന്നു. ശ്യാം അവളെ കണ്ടതും പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. വീണ്ടും ഫയലിലേക്ക് നോക്കി. ശ്യാമേട്ടൻ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുന്നത് എന്തിനാ? ശ്യാമേട്ടാ, എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. എന്താ ശ്യാമേട്ടന്റെ പ്രശ്നം? അവൾ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോ അവൾക്ക് വീണ്ടും ദേഷ്യം തോന്നി. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും
എനിക്ക് സമാധാനം തരരുത് ഒരിക്കലും, കേട്ടോ? ശല്യം എപ്പോഴും പുറകെ കൂടിക്കൊള്ളും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അവൻ പുറത്തേക്ക് പോയതും അവൾ ഒന്ന് അമ്പരന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് ക്യാബിനിലേക്ക് എറിഞ്ഞുകൊണ്ട് അവളും പുറത്തേക്ക് ചെന്നു. അവൻ കാറിലേക്ക് കയറാൻ പോയതും അവന്റെ കയ്യിൽ പിടിച്ചു. എന്തിനാ എന്നെ ഒഴിവാക്കുന്നത്? എന്താണെങ്കിലും കാര്യം പറ. എനിക്ക് ശ്യാമേട്ടനില്ലാതെ പറ്റില്ല എന്നറിയില്ലേ? നീ ഇങ്ങനെ കാണിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. പറയ്, എന്താ ഇപ്പോ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എന്താ കാര്യം? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവൾ ഷട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ തട്ടി മാറ്റി. മീര, ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുകയാണ്. വേണ്ട, എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കണ്ട. നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. ഇനി മേലിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട. അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. അവൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നിന്നു. പിന്നെ വേഗം ബാങ്കിലേക്ക് ചെന്ന് ക്യാബിനിൽ എറിഞ്ഞിട്ടിരുന്ന ബാഗുമെടുത്ത് അവൾ പുറത്തേക്ക് പോയി. അവർ രണ്ടുപേരുടെയും നീക്കങ്ങളെല്ലാം കണ്ട് ബാങ്ക് സ്റ്റാഫുകൾക്കിടയിൽ ഒരു ചർച്ച തന്നെ നടന്നു. അന്ന് ഒത്തിരി മദ്യപിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത്. ശ്യാമിന്റെ അവസ്ഥ കണ്ട് അമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഭദ്രയോട് തോന്നി. അവൾ കാരണമാണ് എന്ന് ഒരു തോന്നൽ ഉടലെടുത്തു. രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് ഭദ്ര കാശിനാഥന്റെ മുന്നിലിരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെയാണ് കാണുന്നത്. 5 വയസ്സാണ് അവന്റെ പ്രായം. പേര് കണ്ണൻ. അവന്റെ ഹാർട്ട് പ്രോബ്ലം ആണ്. എപ്പോൾ വേണമെങ്കിലും ഹാർട്ട് നിന്നു പോകും എന്ന അവസ്ഥയിലാണ് ആ കുഞ്ഞ്. അതിന് കാശിനാഥൻ പരിശോധിച്ചു കണ്ടെത്തിയ ഒരേ ഒരു മാർഗം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ആ കുഞ്ഞിന്റെ കൂടെ ഭദ്ര ICUവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞും ഭദ്രയുടെ കയ്യിൽ പിടിച്ചു. ഡോക്ടർമാർ, സീനിയർ ഡോക്ടേഴ്സ്, പ്രശസ്തരായ വിദേശത്തുള്ള ഡോക്ടർമാർ എല്ലാവരുമായിട്ട് കാശി സംസാരിച്ചു. കുഞ്ഞിന് അനുയോജ്യമായ ഹാർട്ട് കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഭദ്ര കുഞ്ഞിക്കണ്ണന്റെ കൂടെ തന്നെ എപ്പോഴും നിന്നു. ടീച്ചറമ്മയ്ക്കും അറിയാമായിരുന്നു. കാശിയും ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ കാശി ICUവിൽ വന്ന് ഒരു ഡോണറെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു മനുഷ്യന്റെ ഹൃദയം ആ കുഞ്ഞിന് ജീവിതം നൽകാൻ തയ്യാറാക്കപ്പെടുകയായിരുന്നു. ഡോക്ടർമാർ വളരെ കൃത്യമായി സമയം നോക്കി പ്രവർത്തിച്ചു. ഹൃദയം ശരീരത്തിൽ നിന്നും എടുത്ത ശേഷം അതിന് പ്രത്യേക സംരക്ഷണ ദ്രാവകത്തിൽ സൂക്ഷിച്ചു. ഒരു പ്രത്യേക ഐസ് ബോക്സിൽ അത് വെച്ചു. ജീവൻ അടങ്ങിയ ഒരു ചെറിയ പെട്ടി. ഹൃദയം പുറത്തെടുത്തതിന് ശേഷം 4 അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. സമയം വളരെ വിലപ്പെട്ടതാണ്. ഗ്രീൻ കോറിഡോർ. കാശിനാഥൻ ഇതിനകം തന്നെ പോലീസ് വിഭാഗത്തെയും എയർ ആംബുലൻസിനെയും ബന്ധപ്പെട്ടു. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ ഗ്രീൻ കോറിഡോർ ഒരുക്കപ്പെട്ടു. റോഡുകൾ ശൂന്യമായി. ട്രാഫിക് നിർത്തി. ഒരു ആംബുലൻസ് സൈറൻ മുഴക്കിക്കൊണ്ട് ജീവൻ കൊണ്ട് പറക്കുകയായിരുന്നു. ആശുപത്രിയിൽ കണ്ണനെ OTയിലേക്ക് മാറ്റാൻ തയ്യാറായി. ഭദ്ര അവന്റെ അടുത്ത് നിന്നു. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. കാശി പുറത്തിറങ്ങി കണ്ണന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഭദ്രയ്ക്കും ആശ്വാസമായിരുന്നു. കണ്ണന്റെ കൂട്ട് ആ രാത്രി മുഴുവനും ഭദ്ര ഇരുന്നു. വരില്ല എന്ന് ടീച്ചർ അമ്മയോട് വിളിച്ചു പറഞ്ഞു. കാശി അവന്റെ ക്യാബിനിലും. 2 ദിവസം ആയപ്പോഴേക്കും ആ ഹൃദയം കണ്ണന്റെ ശരീരത്തോട് പ്രതികരിച്ചു തുടങ്ങി. ഭദ്രയ്ക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് തോന്നി. ഭദ്രയുടെ അവസ്ഥ കണ്ട് കാശി തന്നെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കാശിയും വീട്ടിലേക്ക് പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുമെന്നാണ് കരുതിയത്. പക്ഷെ തീരില്ല. ഉടനെ തന്നെ അടുത്ത ഭാഗങ്ങളും കൂടി തരാട്ടോ. ഞാൻ നമ്മുടെ പഴയ ചാനലിലുള്ള സ്റ്റോറി മൊത്തം തീർത്തിട്ട് പുതിയതായിട്ട് ഒരുമിച്ച് തുടങ്ങാമെന്ന് കരുതിയാട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Love you all.